നമ്മുടെ മക്കളുടെ വെക്കേഷനായി. കുട്ടികൾ സാറിന് അറിയാമല്ലോ, പലരും ക്യാമ്പിലൊക്കെ പോകുന്ന കുട്ടികളായിരിക്കും, ചിലവർ വീട്ടിൽ തന്നെ കൂടുതൽ സ്ക്രീൻ ടൈമാണ്. അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ വരാൻ ഇവർ വെള്ളം കുടിക്കുന്നില്ല, യൂറിൻ ഇവരെ പിടിച്ചു വയ്ക്കുന്നുണ്ട്, അങ്ങനെ പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളോട് അല്ലെങ്കിൽ അവരുടെ പാരൻസിനോട് ഈ വെക്കേഷൻ ടൈമിലേക്ക് എന്നുള്ള രീതിയിൽ സാറിന് എന്തെങ്കിലും ടിപ്സ് കൊടുക്കാനുണ്ടോ? വെക്കേഷൻ ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എനിക്ക് തോന്നുന്നു കുട്ടികൾ ഇങ്ങനെ ഫ്രീ ആയിട്ടും ഇറഗുലറായിട്ടും പോകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അപ്പോൾ ഈവൺ ഇഫ് ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ നോൺ ന്യൂറോളജിക്കൽ ബ്ലാഡർ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞരമ്പിന് പ്രശ്നമുള്ള കുട്ടികൾ, അതായത് നമ്മുടെ നട്ടലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ബ്ലാഡർ മിസ്ബിഹേവ് ചെയ്യും. അതായത് കംപ്ലീറ്റ് ആയിട്ട് യൂറിൻ എംപ്റ്റി ചെയ്യില്ല, എപ്പോഴും കുറച്ച് റെസിഡ്യൂ യൂറിൻ വെക്കും, ഇങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ട്. ഇത് നല്ല ബ്ലാഡറിനെ ബാഡ് ഹാബിറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. അതായത് നല്ല ബ്ലാഡർ, ദൈവം തന്ന ബ്ലാഡർ, ഗോഡ് ഗിവൺ ഗുഡ് ബ്ലാഡർ, അതിന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ യൂറിൻ പിടിച്ചു വയ്ക്കുന്നു, തോന്നിയ സമയത്ത് യൂറിൻ ഒഴിക്കുന്നു, വെള്ളം കുടിക്കുന്നില്ല, മൊത്തം കളിക്കുന്നു, സ്ക്രീൻ നോക്കിയിരിക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല, കോൺസ്റ്റിപ്പേഷൻ, ആകെ ബഹളം. അപ്പോൾ എന്തുണ്ടാകുന്ന വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ബ്ലാഡറിനങ്ങ് തോന്നും ഞാനിതിനാണ് കഷ്ടപ്പെടുന്നത്. അപ്പോൾ ബ്ലാഡർ ലേസി ആവും. ലേസി ബ്ലാഡർ സിൻഡ്രോം എന്ന് പറയുന്നത് വെച്ചാൽ ബ്ലാഡർ പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ബ്ലാഡർ യൂറിൻ പാസ് ചെയ്യില്ല. നിങ്ങൾ ബ്ലാഡറിനെ മിസ്യൂസ് ചെയ്തു, ബ്ലാഡർ നിങ്ങളെ ഒരു വഴിക്കാക്കി തരും. അപ്പോൾ റിക്കറൻറ്റ് ഇൻഫെക്ഷൻ ഒരു രീതിയിലും ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ബ്ലാഡറിൻ്റെ പ്രഷേഴ്സ് കാരണം കിഡ്നിയിലോട്ട് ചെറിയ ചേഞ്ചസ്. ഞാൻ ഈ പറഞ്ഞ കൺജനിറ്റലായിട്ട് വരുന്ന റിഫ്ലക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ വെച്ചുകൊണ്ടിരുന്നാൽ മതി. ബ്ലാഡറിൽ വെച്ച് ബ്ലാഡറിൻ്റെ പ്രഷർ ഹൈ ആവും. അപ്പോൾ ബ്ലാഡർ എവിടേക്കെങ്കിലും ഇത് ഡീകംപ്രസ് ചെയ്യാൻ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ജംഗ്ഷൻ പ്രശ്നം വന്നിട്ട് തിരിച്ച് കിഡ്നിയിലോട്ട് പോകും. വീണ്ടും സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും. UTI, സിസ്റ്റൈറ്റിസ് ട്രീറ്റ്മെൻറ്റ് പിന്നെ ആണ്. അപ്പോൾ അതുകൊണ്ട് നല്ല സമയമാണ്. നല്ലപോലെ ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കുക, കോൺസ്റ്റിപ്പേഷൻ പഠിപ്പിക്കുക. സമയം നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. രാവിലെ മുതൽ എത്ര വെള്ളം കുടിക്കുന്നു കറക്റ്റായിട്ട് 2-2.5 hours കൂടുമ്പോൾ അവരെ ബ്ലാഡർ എംപ്റ്റി ചെയ്യാൻ അങ്ങ് ശീലിപ്പിക്കുക. TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയുക 3 മണിക്കൂർ കൂടുതൽ ഉള്ള മൂവിയാണ് അതുണ്ടെങ്കിൽ നമ്മൾ പറയാം കളിക്കാൻ പോകണേക്കാൾ മുമ്പ് ബ്ലാഡർ എംപ്റ്റി ചെയ്യാൻ പറയാം. ഇടയിൽ എന്തുകൊണ്ടാണ് നമുക്ക് തിയേറ്ററിൽ ഇൻ്റർവെൽ തരുന്നത്? അല്ലെങ്കിൽ ഒറ്റയടിക്ക് 4 മണിക്കൂറിൽ കണ്ടാൽ പോരെ. ലേസി ബ്ലാഡർ ഒഴിവാക്കാൻ അല്ല, ലേസി ബ്ലാഡർ മാത്രമല്ല, സിസ്റ്റൈറ്റിസ് ഒഴിവാക്കാനും ബ്ലാഡറിന് നല്ല രീതിയിൽ ആ ഒരു ടൈം കൊടുക്കും. എല്ലാ ഓർഗനും ഒരു ടൈം ഉണ്ട്, ആ ടൈം റെസ്പെക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫില്ലായി കഴിഞ്ഞാൽ അത് പോയി എംപ്റ്റി ചെയ്തിട്ട് തിരിച്ചു വന്ന് ബാക്കി മൂവ് ചെയ്യാൻ ചെയ്യും. അത് തന്നെ വീട്ടിലും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇത് നല്ല ടൈമാണ്. ഇതിപ്പോൾ കറക്റ്റ് ബൗൾ ബ്ലാഡർ ഹാബിറ്റ്സ് പഠിപ്പിച്ചാൽ ഒരു പീഡിയാട്രിക് സർജനോ പീഡിയാട്രിക് യൂറോളജിസ്റ്റിനോ നിങ്ങൾക്ക് അനാവശ്യമായി കാണേണ്ടി വരില്ല.